ന്യൂ ഇയർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പുലർച്ചെ ഒരു 1:30-2 മണി സമയത്ത് അന്ന് എന്റെ വീട് MALLU 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 MALLU. ഇത് ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോന്റെ അതേ സംഗതിയാണ്. അതേ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നത്, സെയിം അതേ സമയം. കാരണം അതായത് ഇന്നലത്തെ ഒരു വീഡിയോ നമുക്കൊരു 10-18 മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ആ വീഡിയോ അവിടെ നിർത്തിയിട്ട് ഇത് ഞങ്ങൾ രണ്ടാമത്തെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയില് ഇന്നലെ നമ്മളെ ജീവിതത്തിൽ നടന്ന ഫുള്ള് കോമഡിപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ ഞങ്ങള് പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോണത് കോമഡി അല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അല്ല അത് നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ നമ്മളൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം, എന്തെങ്കിലും കണ്ടിട്ട് പേടിച്ചൊരു അനുഭവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പങ്കുവെക്കുക. ഇവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ. റീസെന്റ് ആയിട്ട് ഇന്ന സംഭവം പറയാം. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരെണ്ണം എല്ലാ അപ്പൊ അമ്മയ്ക്കും പറയാം. അമ്മയും ഇപ്പൊ പണ്ടൊക്കെ മറ്റേ പ്ലാക്കാർഡൊക്കെ ഉള്ളതുകൊണ്ട്, പ്ലാക്കാർഡ് മീൻസ് പഴയ ഓരോ കാര്യങ്ങൾ, എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ. ഇതിന്റെ അടിയിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലും പേടിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട, ചില ഒരു നിഴല് കണ്ട് പേടിക്കുക, അങ്ങനെ അത് പേടിച്ചിട്ട് ഓരോ ചിരി വരുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിന്റെ ഇടയിൽ കമന്റ് ആയിട്ട് ഇതാക്കുക. നമുക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, എന്റെ ഒരു അനുഭവം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാം. ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഗതി കുറെ വട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേണിച്ച ഒരെണ്ണം ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഒരു വട്ടം 2018-19 17-16 തോന്നുന്നുണ്ട്. ഞാൻ അമ്മയ്ക്ക് ഓർമ്മ എനിക്കറിയില്ല. ഞാൻ പ്ലാക്കാർഡ്, ഞങ്ങളുടെ നാട്ടിൽ ന്യൂ ഇയർ ആഘോഷം ഞാൻ ഇപ്പോഴത്തെ ഇവരോട് പറഞ്ഞുള്ളത്. കാരണം ഒരു ഡിസംബർ 31 ന്യൂ ഇയറിന് ഞങ്ങളുടെ നാട്ടിൽ മൈക്കൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ന്യൂ ഇയർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പുലർച്ചെ ഒരു 1:30-2 മണി സമയത്ത് അന്ന് എന്റെ വീട് ഈ ഒരു ഇപ്പൊ നാട്ടിലത്തെ ആൾക്കാരൊക്കെ അറിയണ്ടായിരിക്കും, പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാല് പുലാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പരിപാടി നടക്കണു. എന്റെ വീട് കൃഷ്ണപ്പടിയാണ്. അതായത് കൃഷ്ണപ്പടിയും പുലാക്കാടും തമ്മിൽ ഒരു 5 കിലോമീറ്ററിന്റെ അടുത്ത് മാറ്റുണ്ട് തോന്നുന്നുണ്ട്. 5 കിലോമീറ്റർ 4 കിലോമീറ്റർ മാറ്റുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ട്രൗസറും ഇതേപോലത്തെ ഒരു ടീഷർട്ടും ഇട്ടിട്ടാണ് ഞാൻ നമ്മൾ ആ ഒരു സമയത്ത് ചാടിക്കളിക്കലും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ട് ഞാൻ കൃഷ്ണപ്പടിക്കിലേക്ക് എന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. ഇത് സത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവരെല്ലാവരും മുന്നേ തന്നെ കേട്ടിട്ടുണ്ട്. ദൈവത്തിനാണ് ഇത് ഒരു നടന്ന കാര്യമാണ്. അതില് ഞാനൊരു 1:30-2 മണി സമയത്ത് ഞാൻ പുലാക്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക്, അതായത് കൃഷ്ണപ്പടിയിലേക്ക് ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണപ്പടി എത്തിയപ്പോ ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ഷർട്ടും തോളിൽ ഒരു ബാഗ് ഇട്ടിട്ട് ഒരാള് ഇതിന്റെ ഓട്ടോറിക്ഷയ്ക്ക് കൈയ്യട്ടി. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാണ്. അപ്പൊ ചെറിയ, അതായത് കുട്ടി ഡീസൽ വണ്ടിയാണ് ഞാൻ അന്ന് ഓടിക്കണേ. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക, സൈഡിലേക്ക് ചിരടാണ് ഇരിക്കുക. അപ്പൊ കൃഷ്ണപ്പടിക്കൽ എത്തിയപ്പോ ഒരാള് വണ്ടിക്ക് കയ്യാട്ടി. അപ്പൊ എന്റെ വീട് കൃഷ്ണപ്പടിക്ക് തന്നെയാണ്, ലെഫ്റ്റിക്ക് തിരിയണം, ഇറ്റേങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിയണം. അപ്പൊ അവിടുന്ന് ഒരാൾ വണ്ടിക്ക് കയ്യാട്ടി എന്നോട് പറഞ്ഞു, മോനെ എന്റെ വീട് മുണ്ടക്കോട്ടുകൃഷിയാണ്. അതായത് മുണ്ടക്കോട്ടുകൃഷി എന്ന് പറഞ്ഞ സ്ഥലം നല്ല ഇരുട്ട് പിടിച്ച സ്ഥലമാണ്. പോസ്റ്റും കൂടെ പോലും കൂടിയും ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഒരു ഇരുട്ട് പിടിച്ച റോഡ്. കുറച്ച് മുന്നേ പറഞ്ഞു 2016-15 ആ സമയത്താണ് പറയുന്നതാണ്. അത്രയും തിരക്ക് പിടിച്ചിട്ട് അത്രയും ഇരുട്ട് പിടിച്ചിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ആ ഒരു സ്ഥലത്തേക്ക് എന്നോട് ട്രിപ്പ് ഓരോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോട്ടെ ഇല്ല, ഞാൻ വീടെത്തി, ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറി. അപ്പൊ അയാള്, മോനെ എന്റെ കയ്യിൽ കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ട്, എന്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ്, എന്റെ കുട്ടികൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, അപ്പൊ അവർക്ക് കൊടുക്കാനാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്കൊരു പാവം തോന്നി. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ പാവം തോന്നി അപ്പൊ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഏട്ടാ ഞാൻ മുണ്ടക്കോട്ടുകൃഷി സെന്ററിലാണ് വിടുള്ളൂ, ഉള്ളിലേക്കൊരു വഴിയുണ്ട്, ചളവറ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ആ റോഡ് എന്ന് പറഞ്ഞാൽ കല്ലും പൊട്ടയും അതുപോലെ തന്നെ ഭയങ്കര റബ്ബറും കാടും, ഒരു കാട് പിടിച്ച വഴിയുണ്ട്. പോസ്റ്റും കൂടെ ഒന്നും ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പകല് പോലും കൂടി നമ്മൾ അതുകൂടെ ട്രിപ്പ് ഓട്ടോറിക്ഷ കൊണ്ട് ഓട്ടം പോകാൻ നമുക്ക് അത്രയും മടിയാണ്. കാരണം അത്രയും ബുദ്ധിമുട്ട് പിടിച്ചൊരു റോഡാണ്. അപ്പൊ എനിക്ക് ഒന്നാമത് കൂടെ നല്ല പേടിയുണ്ട്. കാരണം നമ്മളിത് കൂടെ പണ്ടത്തെ ആൾക്കാർ പറയും ഷൊർണൂർക്ക് ഈ ഒരു വഴി പോവരുത്, ഓരോ പ്രശ്നങ്ങളുള്ള വഴിയാണെന്നൊക്കെ ഓരോന്ന് കണ്ട് പേടിച്ചിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട് ഓരോ ആൾക്കാർക്ക് എന്നൊക്കെ പറയും. പക്ഷെ എനിക്കപ്പോ നല്ല പേടിയായിരുന്നു. അപ്പൊ ആളെ കുട്ടികൾ 2 മണിയും കിട്ടോ. അപ്പൊ കുട്ടികൾ കാത്തിരിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ എനിക്കൊരു പാവം തോന്നിയപ്പോ ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ മുണ്ടക്കോട്ടുകൃഷി വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ ചാരി ഇരിക്കാൻ എനിക്ക് അപ്പോഴൊരു പേടി. കാരണം ഇയാള് ബാക്ക് കയറി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരുന്നത്, ഇങ്ങനെ ഈ സൈഡിലേക്കായിട്ട് ഇരുന്നു. അതിൽ ഇയാള് ഈ കമ്പിയമ്മ കൈ വെച്ചിട്ട് എന്റെ അടുത്ത് ഓരോ കാര്യം ചോദിക്കാം. ഞാൻ ഒരാളിന് ബോഡി ഷേമിങ് ചെയ്യല്ല,
അവള് ഭയങ്കരമായിട്ട് ഭയങ്കര കറുത്തോട്ട ഒരാള്, വെള്ള മുണ്ടും വെള്ള ഷർട്ടും കഴുത്തിൽ ഒരു തോളിലൊരു ബാഗും കയ്യിലൊരു കവറും. എന്നിട്ട് മുണ്ടക്കോട്ട് ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു ഏട്ടാ ഇറങ്ങിക്കോളൂ പറഞ്ഞു. അപ്പൊ ഇയാളിന്റെ അടുത്ത് പറയാണ് മോനെ ഈ ചളവർ റോഡിൽ നിന്ന് പോവുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലേട്ടാ എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ. അപ്പൊ ഏട്ടാ മോനെ ഒന്ന് പോട്ടെ മോനെ, ഞാൻ ഈ ഇരുട്ടത്ത് കൂടി നടന്നു പോകണ്ട, എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് വെയ്യ, കാരണം ഈ കല്ലും പൊട്ടയുള്ള റോട്ടിൽ കൂടെ കാരണം ഉരുളം കല്ല് പോലുള്ള കല്ലുകൾ കിടക്കുന്ന റോഡാണ്. അപ്പൊ അതുകൂടെ പോകാൻ വെയ്യ മോനെ, ഒന്നാക്കി തരും വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടുക്കത്തെ പേടി. ഇയാള് വണ്ടിയിൽ പോകണില്ല, ഫുള്ള് ഇരുട്ട്, റോഡ് കൂടെ ഫുള്ള് ഇരുട്ടും, ആൾക്കാരൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല പുലർച്ചെ 2 മണിയൊക്കെ 2:15 2:30 ആവാരെന്ന് തോന്നുന്നു. കാരണം ആരും ഇല്ല. ഇയാളാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമില്ല. അല്ലെങ്കിൽ പറഞ്ഞു ഇയാൾ ആക്കിത്തരം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ഇയാളത് കാണിക്കാനും അറിയാനില്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവങ്ങളെയും ആകെ പേടിച്ച് പറച്ചു. ഞാൻ ആകെ സത്യം പറഞ്ഞാൽ പേടിച്ച് പറക്കാൻ തുടങ്ങി ഞാൻ. ഇയാള് എന്റെ കൈ കാരണം അത്രയും പേടിയായി. ഇയാള് വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല, ആ ഒരു വഴി കൂടെ പോയി എനിക്കൊരു പേടി. അതിന് ഓട്ടോറിക്ഷ കൊണ്ട് പതുക്കെ ഇങ്ങനെ പോയി. അതിൽ ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിർത്തി. എന്നിട്ട് ഞാൻ ഇയാൾ പറഞ്ഞു ഏട്ടാ ഇറങ്ങിക്കോളൂ പറഞ്ഞു. ഇറങ്ങിയിട്ട് എനിക്ക് വാടക കറക്റ്റ് തന്നോട്ടെ 250 റുപ്യ 200 എത്രയുടെ പറഞ്ഞു എനിക്കാന് അന്ന്. എനിക്കറിയില്ല. അപ്പൊ ആള് അന്നതുപോലെ വാടക എടുത്തിന്റെ കൈക്കൊന്നു. ഇയാൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് നീ പൊക്കോന്ന്. എനിക്കാണെങ്കിൽ വണ്ടി എടുത്ത് തിരിക്കാനൊരു പേടി, കാരണം ഇയാളിന് എന്തെങ്കിലും ചെയ്യുമോ എനിക്കൊരു പേടി. ഞാൻ എന്താട്ടി വണ്ടി ഇങ്ങനെ നിന്ന വണ്ടി ഇങ്ങനെ തന്നെ ബാഗിക്ക് എടുത്തിട്ട് ഇയാളെ തന്നെ നോക്കി ഞാൻ. കാരണം ഞാൻ അതിന് മുന്നേ അത് കേട്ടിട്ടുണ്ട്, നമ്മളെ കണ്ണ് മഞ്ഞളിച്ച ഓരോരുത്തര് മുന്നൊന്നും മായി എന്നൊക്കെ പറയില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ ഓർമ്മ. ഞാനപ്പോ അങ്ങനെ തന്നെ ബാക്കിൽ എടുത്തിട്ട് ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് പോന്നു. അത് എനിക്ക് ഭയങ്കര ഒരു ജീവിതത്തിൽ അതേ പറഞ്ഞാൽ ഭയങ്കര പേടിച്ചൊരു ഇതായിരുന്നു ഞാനത്. സത്യം അത് ഇങ്ങക്ക് ഇത് പറയുമ്പോൾ എത്രത്തോളം പേടി ഉണ്ടായി എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക് ആ ഒരു സമയത്ത് എനിക്കെപ്പോഴും ഞാൻ എത്ര വട്ടം പറയണു വണ്ടി കയറ്റരുത്. ഇത് കുറച്ച് ദിവസം മുന്നേ പോലും കൂടി ഞാൻ ഇവരോട് പറഞ്ഞു. ഓക്കെ കഥ ഇത് നമുക്ക് കാര്യങ്ങൾ പിന്നെ പറയാം. അടുത്തൊരാൾ കഥ കഥ പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഞാൻ പേടിച്ച 2 കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നെന്താ വെച്ചാല് ഞാൻ അങ്ങനെ കണ്ടപ്പോ തന്നെ പേടിച്ചില്ല. പിന്നെ ബോധം വന്നപ്പോഴാണ് ഞാൻ പേടിച്ചത്. അതുകൊണ്ട് ഞാൻ അത് പറയില്ല. ഞാൻ വേറെ കാര്യം പറയാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൊ ഞങ്ങളുടെ തറവാട്ടില് ഇങ്ങനെ മുല്ലത്തറുണ്ട്. നമ്മൾ വിളക്ക് വെക്കണ വേറൊരു അമ്പലം പോലെ അങ്ങനെ ഉണ്ടാവില്ലേ വീടുകൾ തറവാടുകൾ. അപ്പൊ ഞങ്ങളുടെ തറവാടിന്റെ ബാക്കിൽ അങ്ങനെ ഒരു മുല്ലത്തറുണ്ട്. അപ്പൊ ഞങ്ങളുടെ എന്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷവും 2-3 വർഷമൊക്കെ ആ ടൈം ആയിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ വൈകുന്നേരത്ത് അവിടെ ഒന്നില്ലെങ്കിൽ ഞാന് അല്ലെങ്കിൽ അച്ഛമ്മയാണ് വിളക്ക് വെക്കണ ആൾക്കാർ. അപ്പൊ ഞാനിങ്ങനെ പോലെ വൈകുന്നേരത്ത് വിളക്ക് വെക്കാൻ പോയേക്കണം. വിളക്ക് വെക്കാൻ ഞങ്ങൾ നടന്നപ്പോ ഞങ്ങൾ മുല്ലത്തറയില് എന്താണ് ഈ ചെത്തി ചെമ്പരത്തി അങ്ങനെയൊക്കെ സംഭവം ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ എന്റെ കൊമ്പോൾ ഇങ്ങനെ ചാഞ്ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെന്നപ്പോ ഞാൻ അങ്ങോട്ട് നടന്നു. നമ്മുടെ തറവാട് ഇപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നടക്കാണ് മുല്ലത്തറയിൽ. അപ്പൊ നമുക്കിങ്ങനെ എന്താണ് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ദൈവങ്ങളുണ്ട്. മുത്തപ്പൻ, അയ്യപ്പൻ, യശസ് അങ്ങനെ വേണ്ട കുറച്ച് ഒരുപാട് ദൈവങ്ങൾ, കുറച്ച് ദൈവങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ വിളക്ക് കയറുമ്പോ എന്റെ അച്ചാച്ചന് ഇതുപോലെ വെള്ള ഷർട്ടും വെള്ള മുണ്ട് അല്ലെങ്കിൽ കാവി മുണ്ട് അങ്ങനെയൊക്കെ അച്ചാച്ചനെ കൊടുക്കുക. എന്റെ തോന്നലാണോ അല്ലെങ്കിൽ ശരിക്കും ഞാൻ കണ്ടതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അറിയില്ല കേട്ടാ. ഞാൻ ഇതേപോലെ വിളക്ക് വെക്കാനാണ് ചെല്ലുമ്പോ മുലത്ര അവിടെ വെച്ചാൽ ഞാൻ ഇവിടെയാണ് നിക്കണേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ലേ ആ ചെത്തിയും ചെമ്പരത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ അച്ചാച്ച നിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നമുക്ക് പറയുന്നു. പക്ഷെ അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ അന്ന് ഒരുപാട് പേടിച്ച് ഞാൻ അവിടുന്ന് വിളക്കൊക്കെ ഇട്ട് ഞാൻ തിരിച്ച് ഓടി വന്ന് എനിക്ക് ശ്വാസം മുട്ടി കാരണം എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല, എനിക്ക് ഒന്നിനും പറ്റില്ല. ശ്വാസം മുട്ടി അന്ന് തന്നെ വൈകുന്നേരത്തെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഒന്നും കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ അമ്മ അപ്പോഴാണ് ഞാൻ വീട്ടിൽ പറയണത് ഇങ്ങനെ കണ്ട് പേടിച്ചു എന്നുള്ള കാര്യം. എനിക്ക് ആർക്കൊന്നും തോന്നിയില്ല. പക്ഷെ അന്ന് ഞാൻ ഒരുപാട് പേടിച്ചു. ഓക്കെ അത് നമുക്കൊന്നും തോന്നില്ല. ഞാൻ പറയാം അച്ചാക്ക് പറഞ്ഞാല് മറ്റേ സംഭവം അതാണിപ്പോ അത് ശരിക്കും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അത്രയും പേടിച്ച കാര്യങ്ങൾ അത് പറയാം. ചില ആളുകൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവില്ല എന്നൊക്കെ. ഞാനും ഇതിൽ പകുതി വിശ്വസിക്കുന്നുണ്ടെന്നാലും കുറച്ച് വിശ്വാസമില്ല അങ്ങനത്തെ കാര്യത്തിലാണ്. ഇത് സംഭവം നടന്നതറിയോ, ഞാനും ഇതിൽ കുറച്ചുകൂടി വിശ്വാസം കൂടിയത് ഇപ്പൊ അടുത്ത് ഈ വർഷം തന്നെ നടന്നു. അമ്മായി വാതിലടക്കി സീരിയലില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാല് എന്റെ ഉമ്മാടെ താത്തുണ്ട്, മൂത്തമ്മാന്ന് ഞങ്ങൾ വിളിക്കുക. ഇവിടെ അങ്ങനെ പറയാം. മൂത്തമ്മാടെ മകനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ ഒരാൾക്ക് 17 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്, അങ്ങനെയൊക്കെ ഉള്ള പെൺകുട്ടികളെ മൊത്തം. അപ്പൊ ഇവർക്ക് കുറച്ച് ഫോണുകൾ കുറച്ച് കൂടുതല, ഇൻസ്റ്റാഗ്രാമൊക്കെ അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ ഇവിടെ രാത്രി കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റേ സ്വപ്നത്തിൽ എന്തൊക്കെ കാണൊക്കെ കിട്ടുന്നത് അവൾ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇത് ഞാൻ പറയണോ, ഇത് സിറ്റിയിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും തോന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാരൊക്കെയാണ് ഇതൊരു മനസ്സിലാവുള്ളൂ കേട്ടോ.
ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല, ഞാൻ വീട്ടിലേക്ക് വന്നപ്പോണ്ട് ഈ ഡോക്ടർ എനിക്കിത് അയച്ചു തന്നു. ഓക്കെ അത് കാര്യം പറഞ്ഞു. ഇത് നമ്മൾ കാര്യത്തിലെത്തില്ല. അപ്പൊ ഇങ്ങനെ ഇവളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എന്തൊക്കെ ഒരു കറുത്ത രൂപം കാണുക, എന്തൊക്കെയാ വന്ന് ചോദിക്കുക, എങ്ങനെ വിശേഷങ്ങൾ വന്ന് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത്ര. അപ്പൊ ഇവളിങ്ങനെ ഇങ്ങനെ മൂത്തമ്മടുത്ത് പറഞ്ഞത്രേ എന്തെങ്കിലും ദിക്കറതിൽ ചെല്ലി കിടന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല, എപ്പോഴും ഫോൺ കളിച്ചിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞത്രേ. ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാവിലെ നടന്ന സംഭവമാണത്. രാവിലെ വീട്ടില് കാക്കന്റെ ഭാര്യ പിന്നെ ഈ മൂത്ത കുട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചെറിയ കുട്ടികളൊക്കെ മദ്രസയിലേക്ക് പോയി. രാവിലെയാണല്ലോ, ഏകദേശം ഒരു 8 മണി സമയം. അപ്പൊ ഇവളിങ്ങനെ ഇൻസ്റ്റയിൽ, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റയിൽ കുറച്ച് ഭ്രാന്തൽ കുട്ടിയായതുകൊണ്ട് ഈ ബ്ലൂപ്പർ വീഡിയോ അല്ലേ, ഒരു സെക്കൻഡൊക്കെ ഉള്ള വീഡിയോ, ബ്ലൂപ്പറായി മാറിയത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ, ഒരു സെക്കൻഡിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ എഡിറ്റ് ചെയ്യണത് സ്കൂളിൽ പോയി വന്നിട്ട് താത്തി അനിയത്തിയും കൂടെ രാത്രി കിടക്കാൻ സമയത്താണ് ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ ചെയ്യാം. അപ്പൊ ആ വീഡിയോ എടുത്തു വെച്ചു. ഇവള് വീഡിയോ എടുത്ത് നോക്കിയില്ല, എടുത്ത് വെച്ചിട്ട് ഡ്രാഫ്റ്റിൽ എന്തോ എടുത്തു വെച്ചിട്ട് വൈകുന്നേരത്ത് ഇവിടെ താഴെയുള്ളതാണ് ഷാനു ഇവളും കൂടെ ഫോൺ കളിച്ചിരുന്നപ്പോൾ ഈ രാവിലെ എടുത്ത വീഡിയോയില് ഒരു വെള്ള മുഖത്തില് ഒരു തട്ടകൾ, നമ്മുടെ ഇവിടെ മക്കനെ കുത്താന്നൊക്കെ പറയും. അപ്പൊ ഹിജാബ് എന്നൊക്കെ പറയും. അപ്പൊ ഹിജാബ് കുത്തിയിട്ട് ഒരു കുട്ടി സൈഡിൽ കൂടെ നടന്നാണ് പോയി തരാൻ. ആ വീഡിയോയില് കറക്റ്റ് എന്റെ ഫോണിലൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. എന്റെ അനിയന്റെ ഫോണിലൊക്കെ ഇവരൊക്കെ കണ്ട വീഡിയോ ആണ്. അപ്പം ആ ഒരു ഏരിയയില് അത് കണ്ടപ്പം ഇവള് ചോദിച്ചത്രേ, അനിയത്തി ചോദിച്ചത്രേ, താത്ത ഏതപ്പാ കുട്ടി പോയി ചോദിച്ചത്രേ. ഒറ്റ സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഈ കുട്ടി അടുത്ത് കൂടെ നടന്നുപോയി. ഒരു സെക്കൻഡും ഇല്ല. അതായത് രാവിലെ സമയം 8:30 മണി സമയം വീട്ടില് കുട്ടിയുടെ അമ്മയും ഇവളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു കുട്ടി ആ സ്ഥലത്തെ. പിന്നെ നമ്മൾ അന്വേഷിച്ചപ്പോ ആ ഒരു പഞ്ചായത്തിൽ തന്നെ അങ്ങനത്തെ ഒരു കുട്ടി ഇല്ല. അപ്പൊ ഇപ്പൊ ഒരു വീട് പണി നടക്കുന്ന ഒരു ക്വാർട്ടേഴ്സിൽ, അപ്പൊ ക്വാർട്ടേഴ്സ് കുറെ ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ രാത്രി ഭയങ്കര സംസാര വിഷയമായി. ഞങ്ങളൊക്കെ അന്ന് രാത്രി അറിഞ്ഞു. അപ്പൊ ഇത് എന്താ സംഭവം എന്നറിയാം. അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര പേടിച്ചു. അന്നാണ് ഇവള് പറയണത് ഇതിന്റെ 2 ദിവസം മുമ്പ് രാത്രി ഇങ്ങനെ രാത്രി പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു കറുത്ത രൂപം വന്നിട്ട് സംസാരിച്ചു എൻ്റെ അടുത്ത്. പനി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടായത്. വീഡിയോ വരെ കണ്ടായിരുന്നു. പിന്നെ അത് ഈ ഉസ്താദുമാരത്തൊക്കെ പോയിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എനിക്ക് അയച്ചോ ഇയാളത് കണ്ടപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അതിട്ടില്ല കണ്ട്. എനിക്ക് അയച്ചത് എന്റെ ചെറ്റ അനിയനാണ്, ഒരാഴ്ചയായിരുന്നു. ഞാനത് കണ്ടപ്പോ തന്നെ ഡിലീറ്റ് ചെയ്തു, പേടിച്ചിട്ട്. പേടിക്കാതിരിക്കും ഇയാള് പേടിച്ചിട്ട് ഡിലീറ്റ് ഞാൻ ചെറിയ കാര്യം ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം കേട്ടോ. എന്റെ നാട്ടിലൊരു കൂട്ടുകാരൻ, ആളെ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പോഴല്ല, പണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിൽ, അത് നമ്മൾ SFI ഓരോ പാർട്ടി ഒരു അടിപിടി പോലീസറൊക്കെ വരില്ലേ. അപ്പൊ ഞങ്ങൾ ഇതുപോലെ എന്റെ ഒരു കൂട്ടുകാരന്റെ ബൈക്ക് ഇതുപോലെ ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് ചെക്കന്മാരൊക്കെ പാടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ പോലീസുകാർ വന്നിട്ട് അടിയും പിടിയൊക്കെ പാടായിട്ട് അതില് എന്റെ ഒരു കൂട്ടുകാരന്റെ ഫോണില് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകളുണ്ട്. കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ, അതായത് സിനിമാ നടിമാരുടെ ഒക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോകളുണ്ട് ഫോണില്. അതിൽ പോലീസുകാർ വന്നിട്ട് ഇവന്റെ ബൈക്കിന്റെ അടുത്താണ് ഈ പോലീസുകാർ നിൽക്കുന്നത്. വന്നിട്ട് ഈ ബൈക്കുകളിലൊക്കെ നമ്പർ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ ഇയാൾ അപ്പൊ തന്നെ ഈ ഫോണിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ ഇയാളില്ലേ ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ ചോദിച്ചു എന്താണ് ഫോട്ടോ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ പറയാണ് അല്ലെ പോലീസുകാർ വന്നോന്ന്. അപ്പൊ പോലീസുകാർ വന്നിട്ട് എന്തിനാ ഡിലീറ്റ് ചെയ്ത് വെച്ചപ്പോ ഓൻ പേടിച്ചിട്ടാണ് പോലീസുകാർ ബൈക്കിന്റെ അടുത്ത് വന്നപ്പോഴേക്ക് ഫോണത്തെ ഫോട്ടോസ് കളഞ്ഞില്ല. ഇത് ഞാനൊരു കോമഡിയുടെ ഉദ്ദേശിച്ചത്, പക്ഷെ അത് ചീറ്റി. ഈ കഥയുടെ ക്ലൈമാക്സ് എത്ര ഞങ്ങൾ കാത്തിരിക്കണേ. എൻഡിങ് എന്താണ് അറിയണ്ടേ? അല്ല അൻഷാദ് കഥ കേൾക്കണം. അല്ല അൻഷാദ് പേടിക്കുന്ന കഥ ഉണ്ട്, വിശ്വസിക്കേണ്ട കഥ പറഞ്ഞാൽ പേടിട്ടോ. അനുഭവം ഒന്നും ഇല്ലാണ്ടില്ല, ചെറിയ അനുഭവമാണ് ഞാൻ പറയട്ടെ. ഞാനിങ്ങനെ എപ്പോഴും എനിക്ക് നാട്ടിണീക്കും ഈ മാച്ച് കാണാൻ, ഫുട്ബോൾ കാണാൻ, കളി കാണാൻ. ഞാനൊരു നിമിഷം പൊളിച്ചു പറഞ്ഞപ്പോഴേ ഞാനൊരു 2 മണി 3 മണി സമയത്ത് നീക്കും. അപ്പോഴൊക്കെ മാച്ച് ഉണ്ടാവുള്ളൂ, കളിയൊക്കെ ഫുട്ബോൾ മിക്സഡ് കളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ ഞാൻ ഒരു ദിവസം
ഒരു 5 മണിക്ക് എണീറ്റു. കളി 5:30 5:15 എണീറ്റ് ഞാൻ അമ്മക്ക് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പൈപ്പിനോട്ടിൽ നിന്ന് പോകാൻ കഴിയുമ്പോൾ എൻ്റെ സൈഡിലായിട്ട് ഒരു നഴല് കണ്ടു, ഒരു മനുഷ്യനെ നഴല്. ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഇറങ്ങിയാക്കാൻ തിരിഞ്ഞോക്കി, അവിടെ മനുഷ്യനെ കാണാനല്ല. അപ്പം നാള് പോയില്ലേ, അപ്പോൾ നൈല് പോയി നൈലവിടെ ഉണ്ട്. നൈല് വീണ്ടും നിൽക്കുന്നുണ്ട്, ആളെ കാണാൻ പക്ഷെ നൈലവിടെ ഉണ്ട്. ഞാൻ നോക്കി, പിന്നെ ആളെ കാണില്ല. 2 സെക്കൻഡ് കൊണ്ട് നൈല് പിന്നെ പോവുകയും ചെയ്തു. അതൊരു പേടിയാണ്. നിന്റെ നൈലല്ലേ, നൈലപ്പെടുത്തുന്നല്ലോ അറിയാലോ. ഒരാള് ആ സ്ഥലത്തൊക്കെ അല്ലേ ഒരു അന്നൊരു കുറച്ച് സംഭവം. അടുത്തത് അമ്മ പറയാം. ഇപ്പോഴും പല കാര്യം ഇപ്പൊ ഈ ഓടിയനെ അങ്ങനെ പേടിച്ചിട്ടുള്ള ഒരു സമയം എന്നാന്നറിയോ? ഇപ്പോഴല്ലേ ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഇപ്പൊ ഈ ഓഡിയൻ സിനിമയൊക്കെ സത്യം പറഞ്ഞാൽ പൊട്ടിപ്പാളിച്ചായി പോയില്ലേ. അതെന്താണെന്ന് അറിയോ? ഈ ഓഡിയനെ പറ്റി പല ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല. അതോ എനിക്ക് നന്നായിട്ട് അറിയോ? ഇപ്പൊ എനിക്ക് അനുഭവമില്ല. കാരണം ഞാനെന്നൊക്കെ പറയും എന്റെ അച്ഛന് അമ്മമ്മ ഇപ്പൊ നമ്മളൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വളർന്ന നാളെ ഞാനൊക്കെ. അപ്പൊ അതുകൊണ്ട് അറിയോ, എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞപ്പോ എന്റെ അമ്മമ്മയും അച്ഛൻ പിന്നെ എന്റെ നാട്ടിലത്തെ ആൾക്കാർ തന്നെ പേട്ടന്മാരാണെങ്കിലും കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മളിത് ഇപ്പൊ ഞാനൊന്ന് ഓട്ടോഷോ ഓടിക്കൊണ്ട് സ്റ്റാൻഡിലേക്ക് ഇരിക്കുമ്പോൾ എന്റെ അവിടുത്തെ പഴയ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഓടിയന്മാരെ പറ്റിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് പടം എനിക്ക് നല്ല ഓരോ അത്ര ഇത് കേട്ട് അത്ര ഇതുണ്ട്. ഇപ്പൊ ഈ ഓഡിയൻ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോ എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എന്തുകൊണ്ടെന്ന് അറിയോ, നമുക്ക് അതിനെ പറ്റി അറിയാം. അപ്പൊ അറിയുന്ന ആൾക്കാർക്ക് ഉദാഹരണത്തിന് പറയാം, പാലക്കാട്ടുകാർക്ക് ആയിരിക്കും അത് കൂടുതലായിട്ട് അറിയണ്ടായിരിക്കുക. ഇപ്പൊ പറയാം, അറിയാത്ത ആളുകൾക്ക് ഈ ഒടിയൻ എന്താണെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ആ സിനിമ ഇറങ്ങണതിന്റെ മുന്നേ അവരാദ്യം കാണിക്കണമെന്നറിയോ, ഒടിയൻ എന്താന്നുള്ളൊരു സംഗതി ഒന്നില്ലെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കണമായിരുന്നു. ഓക്കെ, നമുക്കത് മാറ്റാൻ പറ്റും. അമ്മ പറയാം, ഞാൻ അമ്മയ്ക്ക് പേടിക്കുന്ന കാര്യം പറയാം. അമ്മ പേടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ഒരുപാട് പറയുമ്പോൾ പേടിച്ച കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അന്ന് ഞങ്ങൾ അച്ഛനെ കല്യാണം കഴിച്ചതാണ് അമ്മ ജീവിതത്തിൽ കാട്ടിയ ഏറ്റവും വലിയ പേടി. അല്ല, അന്ന് ഞങ്ങൾ അവിടെ അന്ന് എവിടെ TV ഇല്ലല്ലോ വീട്ടിലുള്ളത്. ഞങ്ങളുടെ ഒരു കുട്ടച്ഛന്റെ വീട്ടിലാണ് അന്ന്. ഞങ്ങളുടെ കുട്ടച്ഛന്റെ വലിയ മകൻ ഗൾഫ് പോയിട്ട് വരുമ്പോ TV വാങ്ങി കുട്ടച്ഛൻ്റെ കൂടെ. അപ്പൊ എല്ലാരും സിനിമ തിയേറ്ററിലെ മാരി അവിടെ കാണാം. അന്ന് സിനിമ കാണുക പറഞ്ഞാല് ഒരു സിനിമ വന്നാൽ ആ സിനിമ കഴിയുന്നവരെ അവിടെ ഇരിക്കും, അല്ലാതെ നീശൂല ആരും. അപ്പൊ ഞങ്ങള് രാത്രിയൊക്കെ സിനിമ കാണാൻ പോയിരിക്കും. ഞാനും എന്താ കുഞ്ഞോളും സുജിമോനും കൂടിട്ടോ രാത്രിയൊക്കെ 12 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെടുമ്പലേക്ക് നടന്നു പാട്ടുകൂടെ നടന്നിട്ട് ഇങ്ങനെ വീടെ കയറാൻ ഒരു പാലുണ്ട് കേട്ടോ. പാലാലുണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വരമ്പോ അതിന്റെ ചോട്ടിലുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ നടക്കണം. അത് കണ്ടപ്പോഴൊക്കെ പേടി. ഞങ്ങൾ തിരിച്ച് പിന്നെ അക്കത്തര പോന്നു. ഞങ്ങൾ വീട്ടിലേക്ക് അന്ന് പോയില്ല. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഇവിടെ കുട്ടച്ചന്റെ അവിടെ തന്നെ കടന്നു. അത് രാവിലെ വന്നപ്പോഴാണ് അറിയണത് ഞങ്ങൾ അവിടുത്തെ ഒരു ചങ്ങായി പാടത്ത് മറ്റേ പന്നീനെ കുടുക്ക് വെച്ചാ വന്നിരുന്നാണ്. രാത്രി 12 മണിയാണ്. ആ നേരത്തെ ഞങ്ങള് 3 കൂടി ഇറങ്ങി പോണത്. ഞാൻ പറയട്ടെ അതല്ല, അതുകൊണ്ട് ഫുള്ള് പ്രേതങ്ങളായിരുന്നു കേട്ടോ അന്ന്. ഞാൻ 2 പേടിച്ച് വരുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യം അത് ഞാൻ പ്രശ്നമില്ല. അപ്പൊ തന്നെ കണ്ടപ്പോ ഞാൻ പേടിച്ചില്ല. അപ്പൊ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഞാൻ പേടിച്ചത്. ഷാക്കിന് 2 ദിവസം മുന്നേ പറഞ്ഞു കൊടുത്താ. ഷാക്കിന് 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞു. ഒരാഴ്ച പേടിച്ചു കേട്ടിട്ട് ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ ടൈമില് ഞാനില്ലേ കിടുക്ക് ഉണ്ടാവണേന് മുൻപ് ഞാൻ ഒരു വട്ടം പ്രഗ്നന്റ് ആയിട്ട് അബോർഷനായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കിടു അപ്പൊ മറ്റൊരു 6 വർഷം മുൻപ്. അപ്പൊ ആ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ആ പ്രഗ്നന്റ് ആയപ്പോ തൊട്ടേ എനിക്ക് എന്നും വയ്യായകള്. സാധാരണ ഇപ്പൊ നമുക്ക് ഛർദി ഉണ്ടാവും, തലകറക്കം, കുഴക്കം അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് എണീക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നെ കുളിപ്പിച്ചിരുന്നത് അമ്മയായിരുന്നു. എനിക്ക് ഫുഡ് ഒക്കെ വാരത്തരുന്ന ഒക്കെ അമ്മ. എനിക്ക് എനിക്കൊന്ന് കട്ടുമ്പന്ന് ഞാൻ എണീറ്റ് ഞാൻ അപ്പം തലറങ്ങി വീഴുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നുണ്ടോ. ഒരു 2 മാസമൊക്കെ ആയപ്പോഴാണ് ഇത് അബോർഷനായി പോയത്. അപ്പൊ എനിക്ക് അബോർഷൻ കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അടുക്കളയിൽ ഞാൻ നിൽക്കുമ്പോ എന്റെ നടുമ്പുറത്തേക്ക് ഒരു ഓടും കഷ്ണം വീണു. അപ്പം ഈ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്, ഫുൾ പ്രശ്നങ്ങളാണ് എനിക്ക്. ഇത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ അല്ല പ്രഗ്നന്റ് അബോർഷൻ കഴിഞ്ഞ് വന്ന് ഇത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾക്ക് മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ച് ഞാൻ മരുന്ന് കഴിക്കും. ഞാൻ ഇതുപോലെ അന്ന് ഏട്ടൻ ഓട്ടം പോയിക്കണം. ഏട്ടൻ എത്തിയിട്ടില്ല, ഓട്ടം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടില്ല. ഞാനും അമ്മയും ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചി അമ്മയും ഞാനും കൂടിയിട്ട് കോലായത്ത് കിടന്നിട്ട് TV കാണണം. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടിട്ട് അടുക്കളയ്ക്ക് പോയി.
അപ്പൊ അമ്മയും ചേച്ചിയും അതേപോലെ കോലത്തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പാത്രം കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങളുടെ അടുക്കളേന്ന് ഇങ്ങനെ ഒരു ജനല് പോലെ പുറത്തേക്ക് നോക്കിയാൽ കാണാം ഞങ്ങളുടെ ഓണറിന്റെ വീടിന്റെ നേരേക്കുള്ള ഒരു വഴി, ഇങ്ങനെ ആ റോട്ടിലേക്കുള്ള വഴി ഇങ്ങനെ കാണാം. ഞങ്ങളുടെ ജനലിന്റെ അവിടെ നിന്ന് അടുക്കളയുടെ ജനലോട് നോക്കിയാൽ പക്ഷെ ഫുൾ കൂരാക്കൊരു ഇരുട്ടാണ് അവിടെ. ഒരു വെളിച്ചക്കാരെ ഓണറിന്റെ വീട്ടിൽ ആരുമില്ല, മറ്റേ ഫുൾ ഇരുട്ടാണ്. നമ്മുടെ വഴി കൂടെ ആകെ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ അറ്റത്തേക്ക് നോക്കിയാലൊന്നും വെളിച്ചമൊന്നുമില്ല. ആ ഒരു വലിയൊരു പറമ്പിൽ ഈ 2 വീട് മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ വീടില്ല. ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാല് എന്താണ് വാഴയും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ഇരുട്ട് പിടിച്ചൊരു ഇത് ഏരിയയാണത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഈ 2 എന്താണ് തിട്ടുണ്ടാവില്ല, ആ വീടിനോടേക്ക് പോണേന്റെ ആ തിട്ടുമ്മേ പിന്തിരിഞ്ഞിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നു. അതെങ്ങനെയാ വെച്ചാൽ ഒരു ഡ്രസ്സും ഇല്ലാതെ നോർമലി ഒരു പെണ്ണ് പിന്തിരിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇത് കണ്ടിട്ട് എനിക്കപ്പോ ഓടിയിട്ടില്ല എന്താ സംഭവം. ഞാനിത് കണ്ട അമ്മേനോട് ചെന്ന് പറയണം, അമ്മ അവിടെ ഒരു പെണ്ണിരിക്കണ്ട, ആ പെണ്ണിന്റെ വീടിന്റെ ഉള്ളിൽ വിളിക്കുക. ഞാൻ പറയണ അമ്മേനോട് പോയിട്ട്, അമ്മ അവിടെ ഒരു പെണ്ണിരിക്കും. അപ്പോഴേക്കും അമ്മയും ചേച്ചി പേടിച്ചു. അവർക്ക് കാര്യം നമ്മുടെ ഓണറിന്റെ അങ്ങനെ അവിടെ ഒരു ദുർമരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീട്ടില് ഞങ്ങള് വാടകയ്ക്ക് പോയിരുന്നിരുന്നത്. ആ വീട് പറയണില്ല, അവിടെ ഇരുന്നിരുന്നത് അവിടെ. അപ്പം അതൊന്നും നമുക്ക് യൂട്യൂബിൽ കേട്ടോ. അപ്പം എനിക്ക് പ്രഗ്നന്റ്, എന്നെ പ്രഗ്നന്റ് ആവുന്നത് വരെ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയത് വീട്ടില്. അപ്പം എന്താണ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും ചേച്ചി ആകെ പേടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം എനിക്ക് പെട്ടെന്ന് കത്തിയിട്ടില്ല എന്താന്ന്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയും ആകെ ചേച്ചിയൊക്കെ പേടിച്ചിട്ട് അമ്മ വേഗം ഞങ്ങൾ രണ്ടാളും കൂടി അമ്മയുടെ റൂമിലേക്ക് കൊണ്ടുപോയി. ഏട്ടൻ വന്നു, ഏട്ടനെ വിളിച്ചു വരുത്തി, ഏട്ടൻ കൂട്ടുകാരെയും കൊണ്ടുവന്ന് ആ വീട് മൊത്തം ഫുള്ള് തരിച്ചു പറക്കിയിട്ട് പിന്നെ ഒരാളവിടെ കാണാനില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വേഗം അമ്മ പണിക്കിടക്കടുത്ത് പോയി നോക്കി വെച്ചപ്പോഴാണ് ഇങ്ങനെ ഇവിടെ നടന്നതിന്റെ കാര്യങ്ങൾ എന്താണ് അതിന്റെ കർമ്മങ്ങളൊന്നും ശരിയല്ലാത്തത് കൊണ്ട് ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് അതിങ്ങനെ ഗർഭിണിയോട് നായ്ക്കള് അങ്ങനെ ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പണിക്കര് പറഞ്ഞു. പിന്നെ പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ വീട് മാറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരുത്തർ കഥകള് പറഞ്ഞറിയണത്. ആ വീട്ടിലിങ്ങനെ മുൻപ് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നടന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്റെ ആന്റി അവിടെ ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് മുന്നേ എന്റെ ആന്റിയാണ് അവിടെ താമസിച്ചിരുന്നത്. ആന്റിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ആന്റി പിന്നെ വീട്ടിലേക്ക് വന്നപ്പോ ആന്റി പറഞ്ഞിരുന്നു. പിന്നെ അവിടുത്തെ അയൽവക്കക്കാരൊക്കെ പിന്നെയാണ് ഓരോ അനുഭവങ്ങൾ അവിടെയൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആവണ അന്ന് അതുവരെയും അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. അത് ശരിക്കും പിന്നീട് കേട്ടപ്പോ പേടിച്ച കാര്യമാണ് കേട്ടോ. അപ്പൊ ഇനി ചടപ്പിക്കണില്ല, നിങ്ങളെ കഥകള് കമന്റിൽ എന്തായാലും ഇതാക്കുക. അപ്പൊ പലർക്കും ഉണ്ടാവും കഥകള്. ഓക്കെ, അപ്പൊ അതുപോലെ അനുഭവങ്ങൾ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും വായിച്ച് കേൾക്കാമല്ലോ എന്താ സംഗതി അല്ലേ. അപ്പൊ എന്തായാലും ചടപ്പിക്കണില്ല. ടാറ്റ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഇതിന്റെയൊക്കെ പാർട്ട് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമന്റ് ചെയ്യാം. ഓക്കെ, ടാറ്റ ഗൈസ്.